ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ കൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യമാരാധനാ സ്തുതിനാഥ, നിത്യമാരാധനാ സ്തുതിനാഥ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യമാരാധനാ സ്തുതിനാഥ, നിത്യമാരാധനാ സ്തുതിനാഥ. രണ്ട് കൈകൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിത്യസ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ മഹത്വപ്പെടുത്താം, അവിടുത്തേക്ക് നന്ദി പറയാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ചുണരട്ടെ. ദൈവത്തിൻ്റെ അതിശക്തമായ സാന്നിധ്യം കൊണ്ട് നിറയാം, മഹനീയ സാന്നിധ്യം കൊണ്ട് നിറയാം. യേശുവേ എന്ന് വിളിച്ചുണരട്ടെ, വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് യേശുവേ ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന. ഈശോയിലേക്ക് സമർപ്പിച്ച് യേശുവേ ആരാധന. നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് യേശുവേ ആരാധന. നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പണം ചെയ്ത് യേശുവേ ആരാധന. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പണം ചെയ്ത് യേശുവേ ആരാധന. നമ്മളെ എല്ലാവരെയും സമർപ്പിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വലിയ സ്നേഹം ആവോളം അനുഭവിക്കുന്ന അവസരങ്ങളാണ് ദിവ്യകാരുണ്യ ആരാധനാ സമയവും വചനശ്രവണ സമയങ്ങളും. ഇന്ന് പ്രത്യേകമായിട്ടും എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ആത്മജ്വാല ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കർത്താവ് നൽകുന്ന ദൈവവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നാണ്. 7-ാം അധ്യായത്തിലെ 6-7 വചനങ്ങളാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചന സന്ദേശം. അത് ഇപ്രകാരമാണ്: യേശു വീടിനോടടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഇത് കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ടതും അതിശക്തവുമായ ഏതാനും ചില
വചന സന്ദേശങ്ങളാണ് ഇന്ന് കർത്താവ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 6, 7 പിന്നെ 10 എന്നീ വചനങ്ങളിലൂടെ നമുക്ക് കർത്താവ് നൽകുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ആ ശതാധിപൻ ഏതാനും ചിലരെ ഈശോയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു വിട്ടിട്ട് അവനോട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞതാണ്, കർത്താവേ, അങ്ങ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കുമെന്ന്. ഏറ്റവും ശക്തമായ വിധത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നേരെ മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ് ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് മേഴ്സി. നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള മെറിറ്റ് കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല, നേരെ മറിച്ച് കർത്താവെ, അങ്ങയുടെ കാരുണ്യം മൂലമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ഞാൻ ഒട്ടും യോഗ്യനല്ല കർത്താവെ എന്ന് പറയാൻ ആർക്കൊക്കെയാണോ സാധിക്കുന്നത്, കർത്താവിൻ്റെ മുമ്പിൽ അങ്ങനെ അങ്ങ് തുറന്ന് പറയാൻ സാധിക്കുന്നത്, അവരൊക്കെ കർത്താവിൻ്റെ കൃപകൾ കൊണ്ട് നിറയുന്നവരാണ്, അനുഗ്രഹങ്ങൾ കൊണ്ട് പൂരിതരായിത്തീരുന്നവരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് വിശുദ്ധ സുവിശേഷത്തിലൊക്കെ ഉടനീളം നമ്മളിങ്ങനെ ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം മോശയെ കാണുമ്പം മോശയെ ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്ത് ഇസ്രായേൽക്കാരെ രക്ഷിക്കാനായിട്ട് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ മോശ തൻ്റെ കഴിവില്ലായ്മ കർത്താവിനോട് ഏറ്റു പറഞ്ഞു. കർത്താവേ, ഞാൻ വിക്കനാണ്, എനിക്ക് ഒരു സംസാര പാഠവുമില്ല, ഞാൻ പറയുമ്പം മുഴുവൻ ഇങ്ങനെ വിക്കി പോകും, ആർക്കും ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് എന്നെ തിരഞ്ഞെടുക്കരുത്, ഞാൻ യോഗ്യനല്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തൻ്റെ അയോഗ്യത മോശ വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവം പറഞ്ഞു, എന്നാൽ ശരി, നിനക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് നിന്നെ ഞാൻ മാറ്റി നിർത്തുന്നു, നീ വേണ്ട എന്ന് പറഞ്ഞോ? ഇല്ല. അതായത് പ്രിയപ്പെട്ടവരെ, ആരാണോ തൻ്റെ കുറവുകളും തൻ്റെ ബലഹീനതകളും തൻ്റെ കഴിവുകേടുകളും ഒക്കെ ദൈവത്തിന് മുമ്പിൽ സ്വയം ഏറ്റുപറയാൻ തയ്യാറാകുന്നത്, അവരെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. കുറവുകളുണ്ട് എന്ന് ഏറ്റുപറയുന്നവരെയാണ് കർത്താവ് പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ കുറവുകളെ മറച്ചു വെച്ചാൽ കർത്താവ് കാണാതിരിക്കുമോ, കർത്താവ് അറിയാതിരിക്കുമോ? മറ്റുള്ളവരുടെ മുന്നിൽ, മനുഷ്യരുടെ മുന്നിൽ നമുക്ക് നമ്മുടെ കുറവുകളെ മറച്ചു വെക്കാം. പക്ഷേ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒരു കുറവും ഒരു അയോഗ്യതയും ഒന്നും തന്നെ മറച്ചു വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശതാധിപനെ പോലെ, മോശയെപ്പോലെ നമ്മുടെ കുറവുകളെ, അയോഗ്യതകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ എന്തെന്നില്ലാത്ത അനുഗ്രഹങ്ങൾ വർഷിക്കും. അതുതന്നെയല്ലേ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ജെറമ്യായെ ഇതുപോലെ ദൈവം വലിയ പ്രവാചകനായി തിരഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോൾ ജെറമ്യാ പറഞ്ഞു, കർത്താവേ, ഞാനതിന് യോഗ്യനല്ല, ഞാൻ കേവലം ബാലനാണ്, എനിക്ക് സംസാര പാഠവുമില്ല, ഒരു ജീവിത അനുഭവങ്ങളുമില്ല. ഉടനെ ദൈവം പറഞ്ഞില്ലേ, ജെറമ്യാ, നീ യോഗ്യനല്ല എന്ന് പറയരുത്, ബാലനാണ് എന്ന് പറയരുത്, നിന്നിലൂടെ ഞാനാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ജെറമ്യയെയും പ്രവാചകനായി തിരഞ്ഞെടുത്തു. ജെറമ്യാ മഹാപ്രവാചകനായി തീർന്നില്ലേ? ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകത. നമ്മുടെ അയോഗ്യതകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് നമ്മളെ വളർത്തും, ഉയർത്തും, അനുഗ്രഹിക്കും. അവിടുത്തെ കരുണ കൊണ്ട് നമ്മളെ പൊതിയും. നമുക്കറിയാം, പത്രോസ് ലിഹ ഇങ്ങനെ ആ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ആ വലിയ ഒരു മീൻപിടുത്തത്തിന് ശേഷം ഈശോയാണ് അതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എൻ്റെ അടുത്തോട്ട് വരരുത്, അങ്ങ് വരാൻ പോലും ഞാൻ യോഗ്യനല്ല, ഞാനൊരു പാപിയാണ്, എന്നിൽ നിന്നും അങ്ങ് ദൂരെ പോകണം. ഓർക്കണം, പത്രോസിൻ്റെ ഉള്ളിലെ
എല്ലാ കുറവുകളും പത്രോസ് എടുത്തു പറഞ്ഞു. അതുവരെ പത്രോസ് പറഞ്ഞില്ല, ഞാൻ ധൈര്യമുള്ളവനാണ്, എൻ്റെ ഒരു വാളുണ്ട്, കാര്യം തുരുമ്പ് പിടിച്ചതാണ്, വെള്ളത്തെ വെട്ടിയാൽ പോലും വെള്ളം പോലും മുറിയില്ല, അതുപോലത്തെ ഒരു വാളാണ്. എന്നിട്ട് അതിൽ അഹങ്കരിച്ചിരുന്ന പത്രോസ് ഇപ്പോൾ ഇതാ പറയുന്നു, കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ അടുത്തോട്ട് അങ്ങ് വരരുത്, ഞാൻ അതിനുപോലുള്ള യോഗ്യനല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവേ ശമശക, എന്നാൽ ശരി, നീ പാപിയല്ലേ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ നീ ഇത്ര വലിയ പാപിയാണെന്ന്, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ശരി നീ പൊക്കോ എന്നും പറഞ്ഞ് വിട്ടോ. പത്രോസിനെ തെരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരുടെ സഭയുടെ തലവനായി അഭിഷേകം ചെയ്ത് വാഴിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയോഗ്യതകൾ നമ്മൾ എപ്പോഴാണോ ഏറ്റു പറയുന്നത് ആ സമയത്ത് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പാപിനിയായ സ്ത്രീ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ? ആ പാപിനിയായ സ്ത്രീ ഈശോയുടെ അടുത്ത് കാൽക്കൽ വീണ് കരഞ്ഞ് കരഞ്ഞ് എല്ലാ പാപങ്ങളും അങ്ങ് ഏറ്റു പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? അമ്പടി കേമി, ഇത്രയും വലിയ പാപം ചെയ്ത് പരമപരിശുദ്ധിയെപ്പോലെ നടക്കുമായിരുന്നല്ലേ, ഇപ്പോഴല്ല നിൻ്റെ മനസ്സെനിക്ക് മനസ്സിലായതെന്നും പറഞ്ഞ് കാല് ചുംബിക്കാൻ ചെന്ന് അവളെ പുറം കാലുകൊണ്ട് തൊഴിച്ചോ? ഇല്ല. ഈശോ ഒരൊറ്റ വാക്കല്ലേ പറഞ്ഞത്, നിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ മതി, നമ്മൾ രക്ഷ പ്രാപിക്കും, അനുഗ്രഹം പ്രാപിക്കും. സക്കേവൂസ് അതല്ലേ പ്രിയപ്പെട്ടവരെ ചെയ്തത്? സക്കേവൂസ് പറഞ്ഞു, കർത്താവേ, ആരെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. കർത്താവ് ഉടനെ പറഞ്ഞു, അമ്പട കേമ, നിന്നെ കൊള്ളാലോ, എന്തോരോ ആൾക്കാരെ നീ പറ്റിച്ചത്, ചതിച്ചത്. ഒന്നും പറഞ്ഞില്ല. നേരെ മറിച്ച്, നീയും ദൈവത്തിൻ്റെ പുത്രനാണ്, ഈ കുടുംബം ഇന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ശതാധിപൻ ഇതുപോലെ തന്നെയാണ് ചെയ്തത്. കർത്താവേ, എൻ്റെ വീട്ടിലേക്ക് വരാൻ പോലും ഞാൻ യോഗ്യനല്ല, അങ്ങ് വെറുതെ അകലെ നിന്ന് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യം സൗഖ്യം പ്രാപിക്കും. നമ്മുടെ അയോഗ്യതകൾ നമ്മൾ ഏറ്റു പറയണം. ഏതു കുറവായാലും, പാപമായിരിക്കും, സ്വകാര്യ ജീവിതത്തിലെ വീഴ്ചകളായിരിക്കും, തിന്മകളായിരിക്കും, എന്തു തന്നെയായാലും ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. ചുങ്കക്കാരും പാപികളും കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിനെ കേൾക്കാൻ വന്ന കാര്യം നമുക്കറിയാം. ചുങ്കക്കാർ തങ്ങൾ നീതിമാന്മാരാണ് എന്ന് നടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞിരുന്നു. പാപികൾ ഞങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞിങ്ങനെ വളഞ്ഞുകൂടിയിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അവസാനം വളഞ്ഞുകൂടിയിരുന്ന പാപികളായ മനുഷ്യരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ഇങ്ങനെ ഞെളിഞ്ഞിരുന്നവരോ അവസാനം വളഞ്ഞു പോകേണ്ടി വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ അയോഗ്യതകളെ, കുറവുകളെ, ബലഹീനതകളെ ഏറ്റു പറയണം. ഈ ശതാധിപൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അയാൾക്ക് പറയാമായിരുന്നു, ഞാൻ ഇതാ 100 കണക്കിന് 1000 കണക്കിന് പട്ടാളക്കാരുടെ തലവനാണ്, അങ്ങ് എൻ്റെ വീട്ടിലോട്ട് തീർച്ചയായിട്ടും വരണം, അതിനുള്ള യോഗ്യത എനിക്കുണ്ട് എന്നൊന്നുമല്ല പറഞ്ഞത്. ഞാൻ അയോഗ്യനാണ്, അങ്ങ് വരാനുള്ള യോഗ്യത എനിക്കില്ല. ഇങ്ങനെ ഏറ്റു പറഞ്ഞാൽ എൻ്റെ മക്കളെ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും, കർത്താവിൻ്റെ കൃപകൾ കൊണ്ട് നിറയും, കർത്താവിൻ്റെ അഭിഷേകത്താൽ നിറയും. അങ്ങനെയുള്ളവരെ തേടിയാണ് ഈശോ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ അന്വേഷിച്ചാണ് എന്ന്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ കുറവുകളെയും, നമ്മുടെ ബലഹീനതകളെയും, നമ്മുടെ അയോഗ്യതകളെയും, നമ്മുടെ ഇല്ലായ്മകളെയും, നമ്മുടെ പാപാവസ്ഥകളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങ് ഒരു വാക്ക് ചൊല്ലിയാൽ മതി, അങ്ങ് ഒരു വാക്ക് അരുളിയാൽ മതി, ഞങ്ങൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കും. കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവിനോട് അപേക്ഷിക്കാം. ഈശോ തീർച്ചയായിട്ടും നമ്മുടെ ആത്മാർത്ഥതയെ, നമ്മുടെ ഇല്ലായ്മകളെ
കർത്താവ് കാണുന്നുണ്ട്. ആത്മാർത്ഥമായ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി മക്കളെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈ ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയതുപോലെ, ഈ ശതാധിപൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ, ഇതുപോലെയുള്ള വിശ്വാസികളെ തേടി കർത്താവ് വരികയാണ്. നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിലേക്ക് തന്നെ നോക്കുക, ഈശോയിലേക്ക് തന്നെ നോക്കി ഒന്ന് രണ്ട് കൈകൾ ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ഈ ശതാധിപനെ പോലെ ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ യോഗ്യതയില്ലാത്തവരാണ്. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് നമ്മളെ രക്ഷിക്കും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. വിളിച്ചുണരട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് എല്ലാവരും ചേർന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ. ഈശോയേ, കർത്താവേ, ഒരു വാക്കു ചൊല്ലിടമേ, സൗഖ്യം നൽകുവാൻ കനിയണമേ. എല്ലാവരും ചേർന്ന് കർത്താവേ, ഒരു വാക്കു ചൊല്ലിടമേ, സൗഖ്യം നൽകുവാൻ കനിയണമേ. കൈകൾ കൂപ്പുക മക്കളെ. കർത്താവേ, മോശയെ അങ്ങ് തെരഞ്ഞെടുത്ത സമയത്ത്, മോശയെ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള വലിയ ദൗത്യേൽപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ മോശ പേടിച്ച് വിറച്ച് പറഞ്ഞില്ലേ, കർത്താവേ, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കില്ല, എപ്പോഴും വിക്കാണ്. അതുകൊണ്ട് ഈ വലിയ ജനതയെ നയിക്കാനുള്ള കഴിവോ പ്രാഗൽഭ്യമോ ഒന്നും എനിക്കില്ല. ദൈവമായ കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും, നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും, നീ ഒരു ആളായിട്ട് വെറുതെ നിന്ന് തന്നാൽ മതി. ഈശോയെ, ഇതുപോലെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ, ഈ നിമിഷം ഞങ്ങളുടെ ബലഹീനതകൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ കുറവുകൾ ദൈവമേ അങ്ങയുടെ മുന്നിൽ മൂടി വെക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ആകാശത്തിൽ പോയാൽ അങ്ങ് അവിടെയുണ്ട്, ആഴിയുടെ ആഴത്തിലേക്ക് ചെന്നൊളിക്കാൻ നോക്കിയാലും അങ്ങ് അവിടെയുമുണ്ട്. ഈശോയെ, ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ ബലഹീനതകളെ ഇതാ ഏറ്റു പറയുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ അങ്ങയുടെ കൃപ ചൊരിയണമേ, അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ വചനം കൊണ്ട്, ദിവ്യകാരുണ്യ ശക്തി കൊണ്ട് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് മക്കളെ, നമുക്ക് രണ്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. മോശയെ പോലെ നമുക്ക് നമ്മുടെ അയോഗ്യതകളെ ഏറ്റുപറയാം, ബലഹീനതകളെ ഏറ്റുപറയാം, ഇല്ലായ്മകളെ ഏറ്റുപറയാം. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. അത്ഭുതകരമായ വിധത്തിൽ ഈശോ നമ്മളെ അനുഗ്രഹിക്കും, ഈശോ നമ്മളെ രക്ഷിക്കും. യേശുവേ എന്ന് വിളിച്ചുണരട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സർവശക്തിയോടെ വിളിച്ചപേക്ഷിക്കാം. യേശുവേ, കർത്താവേ, ഒരു വാക്കു ചൊല്ലിടമേ, സൗഖ്യം നൽകുവാൻ കനിയണമേ. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച എല്ലാവരും, കർത്താവേ, ഒരു വാക്കു ചൊല്ലിടമേ, സൗഖ്യം നൽകുവാൻ കനിയണമേ. കൈകൾ കൂപ്പുക. എൻ്റെ കർത്താവേ, ജെറമ്യ പ്രവാചകനെ അങ്ങ് തെരഞ്ഞെടുത്തപ്പോൾ ജെറമ്യ ഉടനെ തന്നെ തൻ്റെ അയോഗ്യത കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാനൊരു കേവലം ബാലനാണ്, എനിക്ക് ജീവിതാനുഭവങ്ങൾ ഒന്നുമില്ല, എനിക്ക് സംസാര പാഠവുമില്ല, അതുകൊണ്ട് അങ്ങ് എന്നെ ഇങ്ങനെയൊരു വലിയ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കരുത്. എൻ്റെ കർത്താവേ, അങ്ങനെ തൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും കുറവുകളും ജെറമ്യയെ ഏറ്റു പറഞ്ഞപ്പോൾ അങ്ങ് ജെറമ്യയെ വിട്ടുകളയുകയല്ലല്ലോ ചെയ്തത്, ശക്തിപ്പെടുത്തുകയല്ലേ ചെയ്തത്.
എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു. ഇതുപോലെ ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറയാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, സക്കേവൂസ് അങ്ങയുടെ സന്നിധിയിൽ വന്ന് പറഞ്ഞില്ലേ, കർത്താവേ, ഞാൻ വഞ്ചിച്ചതിൻ്റെ, പറ്റിച്ചതിൻ്റെ, തട്ടിച്ചെടുത്തതിൻ്റെ എല്ലാം ഇരട്ടിയായും 4 ഇരട്ടിയായും തിരിച്ചു കൊടുക്കുന്നുവെന്ന്. സക്കേവൂസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, സക്കേവൂസിനെ ശിക്ഷിക്കുന്നതിന് പകരം ഈ മകനും കർത്താവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് ആ കുടുംബത്തെ, ജീവിതത്തെ രക്ഷിച്ച കർത്താവെ, ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഇല്ലായ്മകളെ പറയുന്നു, ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ ബലഹീനതകളെ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ ദുഷ്ടഴക്കങ്ങളെ കർത്താവെ ഏറ്റുപറയുന്നു, പാപാവസ്ഥകളെ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മേൽ അങ്ങ് കരുണ കാണിക്കാൻ ഒരു വാക്ക് ചൊല്ലിയാൽ മതി, ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി. മക്കളെ, നമുക്ക് 2 കൈകളും ഉയർത്താം, 2 കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് ഉറക്കെ വിളിക്കുക, ഉറക്കെ വിളിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, ഈശോ നമ്മളെ രക്ഷിക്കും. നമ്മുടെ എല്ലാ തരത്തിലുള്ള കുറവുകളെ ഏറ്റുപറഞ്ഞുകൊള്ളുക, ഇല്ലായ്മകളെ, സങ്കടങ്ങളെ ഏറ്റുപറഞ്ഞുകൊള്ളുക. കർത്താവ് നമ്മളെ രക്ഷിക്കും. വിളിച്ചുണരട്ടെ, വിളിച്ചുണരട്ടെ ഈശോയേ. കർത്താവേ, ഒരു വാക്കു ചൊല്ലിടമേ, സൗഖ്യം നൽകുവാൻ കനിയണമേ. എല്ലാവരും ചേർന്ന് കർത്താവേ, ഒരു വാക്കു ചൊല്ലിടമേ, ഈശോയേ, സൗഖ്യം നൽകുവാൻ കനിയണമേ. മുട്ടുകൾ കുത്തിക്കൊണ്ട് കർത്താവേ, ഒരു വാക്കു ചൊല്ലിടമേ, സൗഖ്യം നൽകുവാൻ കനിയണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം നൽകുവാൻ കനിയണമേ. വിളിച്ചപേക്ഷിച്ച് സൗഖ്യം നൽകുവാൻ കനിയണമേ. മക്കളെ, നമുക്ക് 2 കൈകളും തുറന്നു പിടിക്കാം. യാചനാരൂപത്തിൽ പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഒരു വാക്കരുൾ ചെയ്തുകൊണ്ട്, കർത്താവേ, ഈ പ്രാർത്ഥനാ സമൂഹത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ദിവ്യകാരുണ്യമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. മോശയെ അനുഗ്രഹിച്ചതുപോലെ, ജെറമ്യായെ അനുഗ്രഹിച്ചതുപോലെ, സക്കേവൂസിനെ അനുഗ്രഹിച്ചതുപോലെ, പാപിനിയായ സ്ത്രീയെ അനുഗ്രഹിച്ചതുപോലെ, ചുങ്കക്കാരനെ അനുഗ്രഹിച്ചതുപോലെ, ശതാധിപനെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കർത്താവ് ഇന്ന് അനുഗ്രഹിക്കും. കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.